165 കൊല്ലങ്ങൾക്ക് മുമ്പാണ് വാകത്താനത്ത് ആദ്യമായി ഒരു ക്രൈസ്തവ ദേവാലയം പൂർത്തീകൃതമായത്. അതിനു മുമ്പും സുറിയാനി ക്രിസ്ത്യാനികൾ ഈ വാകത്താനം പ്രദേശത്ത് അധിവസിച്ചിരുന്നു. അവര് പുതുപ്പള്ളി വലിയ പള്ളി, സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയെയാണ് അന്ന് ആരാധനാ കാര്യങ്ങളിൽ ആശ്രയിച്ചിരുന്നത്. എന്നാൽ അന്ന് യാത്രാ സൗകര്യങ്ങൾ വളരെ സ്വന്തം ഗ്രാമപ്രദേശത്ത് ദേവാലയം ഉണ്ടാകണമെന്ന് അന്നത്തെ ക്രൈസ്തവ പ്രമാണിമാരെല്ലാം തീവ്രമായി ആഗ്രഹിക്കുകയുണ്ടായി. രാജഭരണത്തിന്റെ നാളുകളിൽ ഭരണാധികാരികൾ അനുമതി ലഭിക്കുക എന്നുള്ളത് ദുഷ്കരമായിരുന്നു. ഏറെക്കാലം വളരെ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടാണ് 165 കൊല്ലങ്ങൾക്ക് മുമ്പ് വാകത്താനത്ത് ആദ്യത്തെ ക്രൈസ്തവ ദേവാലയമായി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി സ്ഥാപിതമായത്. ഈ പള്ളിയിൽ നിന്ന് പിന്നീട് 15ഓളം ഇടവകകൾ സ്വതന്ത്ര ഇടവകകളായി പിരിഞ്ഞുപോയെങ്കിലും ഇന്നും 1000ഓളം ഇടവകക്കാരുമായി പ്രൗഢ ദേവാലയമായി തന്നെ വാകത്താനം വലിയ പള്ളി ഒരു മഹാ ഇടവകയായി തന്നെ നിലകൊള്ളുകയാണ്. പുതുക്കി പണിത ഈ ദേവാലയത്തിന്റെ കൂദാശയും സമർപ്പണവും ഇന്ന് ആരംഭിക്കുമ്പോൾ ഒരു ജനതയുടെ സ്വപ്നമാണ് ഇവിടെ പൂർത്തിയാകുന്നത്. ഈ ദേവാലയ കൂദാശയുടെ മുന്നോടിയായിട്ട് ഉടനെ തന്നെ പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് വർണ്ണശബളമായ ഘോഷയാത്ര പുറപ്പെടുന്നതാണ്. മലങ്കര സഭയിൽ കാതോലിക്കേറ്റ് സ്ഥാപിതമായതിന്റെ ശതാബ്ദി വർഷമാണ് 1912. 1912 കാതോലിക്കേറ്റ് ഇവിടെ പുനഃസ്ഥാപിതമായി. അതിന്റെ ശതാബ്ദി വർഷമാണ് 2012. ഈ 2012 കാതോലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദിയുടെ വിളംബര ഘോഷയാത്ര ഇപ്പോ വാകത്താനം വലിയ പള്ളിയിലേക്ക് ആരംഭിക്കുന്നതാണ്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് അതിമനോഹരമായ കവാടങ്ങൾക്ക് കീഴിലൂടെ നമ്മുടെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ കടന്നു വരുന്നതാണ്. വർണ്ണശബളമായ ഘോഷയാത്രയായി മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് 1912 മുതൽ സുധീര നേതൃത്വം നൽകിയ പൗരസ്ത്യ കാതോലിക്കന്മാരുടെ പേരുകൾ സ്ഥിരപ്രതിഷ്ഠമാക്കുവാനായിട്ട് മനോഹരങ്ങളായ കമാനങ്ങൾ പാത്താമുട്ടം വാകത്താനം പള്ളിക്കടവ് റോഡിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ കമാനങ്ങൾക്ക് കീഴിലൂടെ പിതാക്കന്മാരും വൈദികരും സൺഡേ സ്കൂൾ അധ്യാപകരും സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുമെല്ലാം അണിനിരക്കുന്ന ഉടൻ തന്നെ ആരംഭിക്കുന്നു. ഈ ദേശത്ത് ജനിച്ചു വളർന്ന് ഈ ഇടവകക്കാരനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ രണ്ടാം കാതോലിക്ക പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ തിരുമേനിയുടെ പേരിൽ നാമകരണം ചെയ്തിരിക്കുന്ന ഗീവർഗീസ് പ്രഥമൻ നഗറിൽ നിന്ന് പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്നാണ് കാതോലിക്കേറ്റ് ശതാബ്ദി വിളംബര റാലി ഉടൻ തന്നെ ആരംഭിക്കുന്നത്. ഈ റാലി കടന്നുവരുന്ന പാത്താമുട്ടം പള്ളിക്കടവ് റോഡിൽ പരിശുദ്ധ ബസേലിയോസ് പൗലൂസ് പ്രഥമൻ, പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ, പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ, പരിശുദ്ധ ഔഗേൻ പ്രഥമൻ, പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ, പരിശുദ്ധ മാത്യൂസ് ദ്വിതീയൻ, പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ എന്നീ ബാവാമാരുടെ നാമങ്ങളിലുള്ള ആർച്ചുകൾക്ക് കീഴിലൂടെ ഈ വർണ്ണശബളമായ ഘോഷയാത്ര ഉടൻ തന്നെ ആരംഭിച്ച് വാകത്താനം
വലിയ പള്ളിയിൽ എത്തിച്ചേരുന്നതാണ്. തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവയെയും അഭിവന്യ പിതാക്കന്മാരെയും പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. അതേ തുടർന്ന് സന്ധ്യാനമസ്കാരവും തുടർന്ന് ദേവാലയ കൂദാശയുടെ ഒന്നാം ഭാഗവും ഇവിടെ നടത്തപ്പെടുന്നതാണ്. വളരെ ശ്രദ്ധേയമായ ഈ പരിപാടികളിലെല്ലാം പങ്കെടുക്കാൻ ആയിരക്കണക്കിന് വിശ്വാസികൾ പള്ളി അങ്കണത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് ഗീവർഗീസ് പ്രഥമൻ നഗറിൽ നിന്ന് ഉടൻ തന്നെ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ റാലി പുറപ്പെടുന്നതാണ്. ആ റാലി ഇവിടെ എത്തിച്ചേർന്നാൽ ഉടനെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും അഭിവന്യ പിതാക്കന്മാരെയും പള്ളിയിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്ന് സന്ധ്യാനമസ്കാരവും ദേവാലയ കൂദാശ ശുശ്രൂഷയുടെ ഒന്നാം ഭാഗവുമെല്ലാം ഇവിടെ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ കൂദാശ ചടങ്ങിനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു. നിങ്ങൾക്കറിയാം, പ്രൗഢ ഗംഭീരമായ ഈ ദേവാലയത്തിന്റെ കൂദാശയോടനുബന്ധിച്ച് ദീപശിഖ ഇവിടെ എത്തിക്കുകയുണ്ടായി. വിവിധ ദേവാലയങ്ങളിൽ സ്ഥാപിച്ചിരുന്ന കൊടികൾ ഇവിടെ എത്തിക്കുകയുണ്ടായി. ഇങ്ങനെ ദേവാലയ കൂദാശയുടെ മുന്നോടിയായി ഈ നാടും നാട്ടാരും മുഴുവൻ പങ്കെടുത്ത നിരവധി ചടങ്ങുകൾ ഇതിനകം നടന്നു കഴിഞ്ഞു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ റാലി പുറപ്പെടുവാനുള്ള ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി. ഇപ്പോൾ തന്നെ റാലി ആരംഭിക്കുന്നതാണ്. ആ റാലി പള്ളിയിൽ എത്തിച്ചേർന്നാൽ ഉടനെ അഭിവന്യ പിതാക്കന്മാർക്ക് സ്വീകരണം നൽകുന്നതും അതേ തുടർന്ന് സന്ധ്യാനമസ്കാരവും കൂദാശ ചടങ്ങുകളുടെ പ്രഥമ ഭാഗവുമെല്ലാം ഇവിടെ ആരംഭിക്കുന്നതുമാണ്. ആയിരക്കണക്കിന് സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന കാതോലിക്കേറ്റ് ശതാബ്ദി വിളംബര റാലിയാണ് ഉടൻ തന്നെ പാത്താമുട്ടത്ത് നിന്ന് ആരംഭിക്കുന്നത്. പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പൽ, അത് പരിശുദ്ധ ഗീവർഗീസ് പ്രഥമൻ ബാവായുടെ സ്മരണാർത്ഥം ഗീവർഗീസ് പ്രഥമൻ നഗർ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അവിടെ നിന്ന് കാതോലിക്കേറ്റ് പുനഃസ്ഥാപന ശതാബ്ദി ഘോഷയാത്ര പുറപ്പെടുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വിവിധ വേഷങ്ങളിലുള്ള കുട്ടികൾ, കന്യാസ്ത്രീകളുടെ വേഷങ്ങൾ ഉൾപ്പെടെ പരമ്പരാഗതമായ വേഷങ്ങൾ, മാലാഖമാരുടെ വേഷങ്ങൾ തുടങ്ങി വർണ്ണശബളമായ രീതിയിൽ സൺഡേ സ്കൂൾ കുട്ടികളെല്ലാം അണിനിരക്കുന്ന അതിമനോഹരമായ കാഴ്ചയാണ് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ സുന്ദരമായ ഘോഷയാത്ര ഉടൻ തന്നെ പാത്താമുട്ടത്ത് നിന്ന് ആരംഭിക്കുന്നു. പാത്താമുട്ടം റോഡിലൂടെ ഈ റാലി പരിശുദ്ധ ദേവാലയത്തിൽ സമാപിക്കുന്നതാണ്. അതിനെ തുടർന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയെയും അഭിവന്യ പിതാക്കന്മാരെയും ഈ ദേവാലയത്തിലേക്ക് സ്വീകരിച്ച് ആനയിക്കും. തുടർന്നായിരിക്കും സന്ധ്യാനമസ്കാരവും കൂദാശ ചടങ്ങുകളും ആരംഭിക്കുന്നത്. ഇന്ന് വാകത്താനം നിവാസികൾക്ക് ഉത്സവ ദിനം. 165 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിതമായ
വാകത്താനത്തെ പ്രഥമ ക്രൈസ്തവ ദേവാലയം പുനർനിർമ്മിതിക്ക് ശേഷം ഇന്ന് സമർപ്പിതമാകുന്നു. വാകത്താനം സെന്റ് ജോൺസ് ഓർത്തഡോക്സ് വലിയ പള്ളി കൂദാശ ചെയ്ത് ദൈവ തിരുമുമ്പാകെ സമർപ്പിതമാകുമ്പോൾ ഈ പ്രദേശത്തിനാകെ ഉത്സവമേളമാണ്. പൂർവ്വ ദേവാലയത്തിന്റെ പ്രൗഢി നിലനിർത്തിക്കൊണ്ട് ആകർഷകമായി പണിതുയർത്തപ്പെട്ട ഈ ദേവാലയം കൂദാശയുടെ നിറവിൽ പ്രശോഭിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഞങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. ദേവാലയ കൂദാശയുടെ മുന്നോടിയായി പാത്താമുട്ടം സെന്റ് മേരീസ് ചാപ്പലിൽ നിന്ന് കാതോലിക്കേറ്റ് ശതാബ്ദിയുടെ സന്ദേശം വിളിച്ചോതിക്കൊണ്ട് വിവിധ ഇടവകകളിൽ നിന്നുള്ള സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ വർണ്ണശബളമായ റാലി ഇതാ പുറപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഭാരതത്തിലെ ഓർത്തഡോക്സ് സഭയ്ക്ക് 1912 മുതൽ നേതൃത്വം നൽകിയ 7 പൗരസ്ത്യ കാതോലിക്കമാരുടെ നാമത്തിലുള്ള കമാനങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള പാത്താമുട്ടം പള്ളിക്കടവ് റോഡിലൂടെ പിതാക്കന്മാരും വൈദികരുമെല്ലാം നേതൃത്വം നൽകുന്ന വർണ്ണശബളമായ റാലി ഉടനെ പുറപ്പെടുന്നതാണ്. പരുമല പള്ളിയിൽ നിന്നും നിരണം പള്ളിയിൽ നിന്നുമൊക്കെ ആശീർവദിച്ചു കൊണ്ടുവന്ന ദീപശിഖയ്ക്ക് ഇവിടെ സ്വീകരണം നൽകുകയുണ്ടായി. അതുപോലെ ഈ ഇടവകയിൽ നിന്ന് പിരിഞ്ഞുപോയി സ്വതന്ത്ര ഇടവകകളായ സമീപ പ്രദേശത്തെ ദേവാലയങ്ങളിലെല്ലാം സ്ഥാപിച്ചിരുന്ന പതാകകൾ കഴിഞ്ഞ ദിവസം ഇവിടേക്ക് സ്വീകരിച്ച് ആനയിക്കുകയുണ്ടായി.